ഭയങ്കര കൊട്ടാണല്ലോ. പണ്ട് വീട്ടിൽ പിച്ച് ചോദിച്ചത് പിച്ചക്കാരിയോടൊപ്പം ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയ പഴയ ബിലാലല്ല ഈ പുതിയ ബിലാൽ. ഞമ്മൾ ഇത്രയും നാളും തപ്പി എന്നിട്ട് ഇമാതിരി കളറിലൊരു മേശം ഞമ്മക്ക് കിട്ടിയില്ല. അവിടെയാണെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. മുരുക, എന്നെ ഇവിടെ എത്തിക്കാൻ നീ ഒരുപാട് പൈസ ചെലവാക്കി, എനിക്കതറിയാം. അയ്യേ, ഇക്കയുടെ സൗണ്ടിന് എന്ത് പറ്റി? ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. പുതിയ ബിലാൽ, പുതിയ ശബ്ദം. എനിക്ക് പക്ഷേ പഴയ മാട്ട സൗണ്ട് തന്നെയാണ് ഇഷ്ടം. ഇപ്പൊ ഇഷ്ടമൊന്നല്ല ഞാൻ പറഞ്ഞു. എനിക്ക് എന്നോട് ഇപ്പൊ ഇഷ്ടല്ലാന്നല്ല, എനിക്ക് പണ്ടും ഇഷ്ടല്ല. അങ്ങനെ ഇഷ്ടല്ലാന്ന് പറഞ്ഞാൽ ഇഷ്ടല്ലാന്നല്ല. എന്തൊരു കഷ്ടം. എന്നെ ഞാൻ തന്നെ മറക്കാൻ ശ്രമിക്കുക. ബിലാലെ, ഞങ്ങൾ സരിതാ തിയേറ്ററിലേക്ക് വന്നിട്ടാ ഞങ്ങൾ പൈന്റ് മേടിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് കോളക്കലർത്ത് അടിക്കാം. നീ ഒരു 10 ടിക്കറ്റ് എടുത്ത് വെച്ചേക്കട്ടാ. ആ പഴയ ബിലാൽ മരിച്ചു. അത് ശരി, ഓളയിലെടുക്കാൻ നെഞ്ചിടിച്ച് പേടിച്ച് തോറി മെഴുകി നിൽക്കുക. ഞാൻ ഈ സാഹചര്യത്തിൽ എന്നെ വെറുതെ വിട്ടൂടെ? വേറെ കുഴപ്പമൊന്നുമില്ല ഡാക്ടറെ. പിന്നെന്താ? പക്ഷെ മൂത്രം പോണില്ല. ഇതെന്റെ വക ചേച്ചിക്ക് സ്പെഷ്യൽ. താങ്ക് യു. വീട്ടിലൊന്ന് പറഞ്ഞോളാം, മാറത്തില്ല ഞാൻ. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ മര്യാദ ഇതുപോലെ നടന്നാൽ മതിയാ. സമാനമായി.